നമസ്കാരം. ആരോഗ്യപരമായ കാരണങ്ങളാൽ പതിയെ സംസാരിക്കേണ്ടി വരുന്നതിൽ ഖേദിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസം വിശ്രമമെടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടും അത് ചെയ്യാതെ വാർത്ത ചെയ്തതുകൊണ്ട് ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതല്ല. ഇന്നലെ ചാനലുകൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. പത്തനംതിട്ട ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പിൽ ഒരു പീഡനം നടന്നു എന്നതിനെക്കുറിച്ചായിരുന്നു വാർത്ത. 17 വയസ്സ് മാത്രം പ്രായമുള്ള ഇടുക്കി കട്ടപ്പനക്കാരനായ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാം, ഒപ്പം തൊഴിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് 3 മാസം മുമ്പ് അവിടെ എത്തിച്ചെന്നും, എന്നാൽ അവിടെ പഠനം നടന്നില്ല, കട്ടിപ്പണികൾ മാറി മാറി ചെയ്യേണ്ടി വന്നെന്നും, അതിനെ ചോദ്യം ചെയ്തപ്പോൾ മോഷണക്കുറ്റം ആരോപിച്ച് അതിക്രൂരമായി മർദ്ദിച്ചെന്നും ചൂരൽ വരെ ഉപയോഗിച്ച് തല്ലിയതിൻ്റെ പാടുകളുണ്ടെന്നുമൊക്കെ പറഞ്ഞ് ഒരു 17കാരനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നത്. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലാണ്. തുടർന്ന് കട്ടപ്പന പോലീസ് കേസെടുത്തു. ആ കേസ് ഇപ്പോൾ പത്തനംതിട്ട പോലീസിനെ കൈമാറിയിട്ടുണ്ട്. വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് പരിശോധനകളും നടന്നിട്ടുണ്ട്. ഈ വാർത്തയുടെ ആധികാരികതയെക്കുറിച്ച് എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. പത്രവാർത്തകൾക്കപ്പുറത്തേക്ക് ഇത് എത്രമാത്രം ശരിയാണെന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചിട്ട് പോലീസ് വ്യക്തമായി ഒന്നും പറയുന്നില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു എന്നാണ് കട്ടപ്പന പോലീസ് പറയുന്നത്. പത്തനംതിട്ട പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ടില്ല. റിപ്പോർട്ടർ ചാനലാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തന്നെയാവും നടന്നത് എന്നതിന് ഉറപ്പൊന്നുമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ വാർത്ത സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് വാർത്തയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു രീതി റിപ്പോർട്ടർ ചാനലിന് ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് വാർത്തയുടെ ആധികാരികത അവിടെ മാറ്റിവെക്കുക. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനലോ മറ്റ് മാധ്യമങ്ങളോ ഒന്നും തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ പാസ്റ്റർ ബിനു വാഴമുട്ടത്തെക്കുറിച്ച് പറയാത്തത് എന്നാണ്. പാസ്റ്റർ ബിനു വാഴമുട്ടം എന്ന യേശുക്രിസ്തുവിനെ തൂക്കി വിൽക്കുന്ന ഒരു പാസ്റ്ററാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നത്. ബിനുവിന് എന്ത് സംരക്ഷണമാണ് നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും കൊടുക്കുന്നത്? ബിനുവിൻ്റെ സ്ഥാപനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടുത്തെ 3 ജീവനക്കാരെ പ്രതിയാക്കി കേസെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. എന്തുകൊണ്ട് ബിനു പ്രതിയായില്ല? അപ്പോൾ പറയും ബിനു അവിടെ ഉണ്ടായിരുന്നില്ല, ബിനു അറിഞ്ഞില്ല എന്ന്. പക്ഷേ ഈ സ്ഥാപനം തന്നെ നിയമവിരുദ്ധമാണ് എന്ന് തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പ് കച്ചവടമായി മാറിയിരിക്കുകയാണ് സുവിശേഷം. സുവിശേഷത്തെക്കുറിച്ച് വ്യാഖ്യാനം നടത്തുക, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും, നിങ്ങൾക്ക് പ്രതീക്ഷ കിട്ടും എന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വാക്ചാതുരിയോടെ ശ്രമിക്കുക. ഒപ്പം അല്പം തട്ടിപ്പ് രോഗശാന്തി ശുശ്രൂഷ കൂടി നടത്തുക. ആർക്കും സുഖമായി സമ്പന്നനായി ജീവിക്കാൻ പറ്റുന്ന വരുമാനം കിട്ടും. പണം നഷ്ടപ്പെടുന്നത് ഇതൊക്കെ കേട്ട് ജീവിതത്തിൽ വസന്തം വരും എന്ന് പ്രതീക്ഷിക്കുന്ന കുറേ പാവങ്ങൾക്ക്. നാടുനീളെ ഇത്തരം അദ്ഭുത രോഗശാന്തി ശുശ്രൂഷകരുടെ തട്ടിപ്പ് തുടരുകയാണ്. സജിത് ജോസഫ് എന്നു പേരുള്ള സജിത് കണ്ണൂർ ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ നടത്തി. ഒടുവിൽ പെന്തക്കോസ്തൽ സഭകളിൽ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയിൽ വലിഞ്ഞു കയറി തട്ടിപ്പ് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നതിനെക്കുറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പരമ്പരതന നടത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും അയാളെക്കുറിച്ച് അധികം കേൾക്കാനില്ല. ഇത്തരക്കാർ അങ്ങനെ വേഗത്തിൽ തട്ടിപ്പ് അവസാനിപ്പിച്ച് പോകത്തൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ അധികം പബ്ലിസിറ്റി കൊടുക്കാതെ തട്ടിപ്പ് തുടരുന്നുണ്ടാവും. ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പ് ശുശ്രൂഷകനാണ് പത്തനംതിട്ട അടൂർ റോഡിലെ ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനായ പാസ്റ്റർ ബിനു വാഴമുട്ടം. നിരവധി പരാതികൾ ഈ ബിനു വാഴമുട്ടത്തിനെതിരെ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങളുണ്ട്. കോവിഡ് കാലത്ത് സകല ആരാധനാലയങ്ങളും അടച്ചുപൂട്ടിയപ്പോഴും ഇയാൾ ചിലരുടെ പിൻബലത്തോടെ ആരാധന നടത്തുകയും അതിനെതിരെ പരാതി ഉണ്ടാവുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അടച്ചുപൂട്ടാനെത്തിയ പഞ്ചായത്ത് അധികാരികളെ കൈകാര്യം ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ കേസുണ്ടായിരുന്നു. വളരെ വിചിത്രമായ സംഗതി, ഓമല്ലൂരിൽ RSSും CPMുമാണ് ഏറ്റവും ശക്തമെന്നതാണ്. ഇവരുടെയൊക്കെ തണലിൽ തന്നെയാണോ ബിനു വാഴമുട്ടം അഴിഞ്ഞാടുന്നത് എന്നതാണ് അറിയാനുള്ളത്. CPMുമായി വലിയ ബന്ധമാണ് ദീർഘകാലമായി ബിനു വാഴമുട്ടത്തിനുള്ളത്. നിരവധി ക്രിമിനൽ പ്രവർത്തകരുടെ പേരിൽ ഇതിനോടകം വിവാദമായിട്ടുണ്ട്. പെണ്ണുപിടിക്കാൻ പോയതിൻ്റെ പേരിൽ നാട്ടുകാർ തടഞ്ഞു വെച്ചത് ഇടക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. അദ്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്ന തരത്തിൽ വമ്പൻ തട്ടിപ്പുമായി ജീവിച്ചു പോവുകയാണ് ഈ ബിനു വാഴമുട്ടം. ഈ രോഗശാന്തി ശുശ്രൂഷയുടെ ഭാഗമായാണ് ബിനുവിൻ്റെ അനാഥാലയവും ബിനുവിൻ്റെ ഇത്തരം ജനങ്ങളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളും അവിടെ ക്രൂരമായ പീഡനങ്ങൾ അരങ്ങേറുന്നു എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. എന്നാൽ രാഷ്ട്രീയ പിൻബലത്തിൽ ഇയാൾ തടിച്ചു കൊഴുത്തു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആറന്മുളയിൽ മത്സരിച്ച മന്ത്രിയായിരുന്ന വീണ ജോർജ് തലയിൽ സാരിത്തുമ്പൊക്കെ വലിച്ച് സങ്കടത്തോടുകൂടി ബിനു വാഴമുട്ടത്തിനൊപ്പം നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. തോൽവി ഭയം കലശലായപ്പോൾ അവസാന അഭയം എന്ന നിലയിൽ വീണ ജോർജ് ബിനു വാഴമുട്ടത്തെ സമീപിച്ചിരിക്കുന്നെന്നായിരുന്നു ഞങ്ങളുടെ അക്കാലത്തെ വാർത്ത. ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോടെ ബിനു വാഴമുട്ടം നിയമവിരുദ്ധമായ പ്രവർത്തികളിലൂടെ അഴിഞ്ഞാടുകയാണ്. ഇയാളുടെ കള്ളത്തരങ്ങൾ പുറത്തു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ
ഡ്രൈവറെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതും ഇയാളെ ചോദ്യം ചെയ്തവരെ ഗുണ്ടാസംഘത്തേക്ക് വെച്ച് ആക്രമിച്ചതുമൊക്കെ ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. ഒരു മാധ്യമ പ്രവർത്തകനും ഇയാളുടെ ആക്രമണത്തിനിരയായിരുന്നു. വലിയൊരു മാഫിയ തലവനെ പോലെയാണ് ബിനു വാഴമുട്ടം ഈ സുവിശേഷ കച്ചവടം തുടരുന്നത്. പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് അവരുടെ രോഗം മാറ്റാം, പിശാചിനെ ഒഴിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാണ് തട്ടിപ്പ്. ആ ബിനു വാഴമുട്ടത്തിൻ്റെ അതേ വിവാദ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനൽ പോലും ബിനു വാഴമുട്ടത്തിൻ്റെ പേര് പറയുന്നില്ല. ബിനു വാഴമുട്ടത്തെ പ്രതി ചേർക്കാൻ പോലീസിന് മടി. മാഫിയ പ്രവർത്തനങ്ങൾ നടത്തി തട്ടിപ്പ് നടത്തി അസാധാരണ സ്വാധീനമുള്ള ഒരാളായി ബിനു വാഴമുട്ടം മാറിയിരിക്കുന്നു. ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും. ബിനുവിൻ്റെ ഒരു തട്ടിപ്പ് രോഗശാന്തി ശുശ്രൂഷ കൂടി കേൾക്കുക. യേശുവിന്റെ നാമത്തിൽ ഇവിടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന എല്ലാ കടുങ്കട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ പൊട്ടിമാറട്ടെ. പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. പൂർണ്ണ ശക്തിയോടെ അതിന്റെ രൂപ എടുത്തോണ്ട് പാടെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് അതിന്റെ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ ഭർത്താവ് ഇവിടെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി ഇവിടെ കുടികെട്ടി അവിടെ ഭർത്താവ് മരിച്ചുപോയി. ആ ശക്തി അവിടെ ഭർത്താവിനെ കൊണ്ടുപോയി ഇവളെ ഒരു മാനസിക രോഗിയാക്കി അവിടെ മോളെ കെട്ടിക്കളഞ്ഞു. ഇന്ന് രാവിലെ എല്ലാം തിരിച്ചു വരാമോ? ഇത് വന്നിടത്തോട്ട് തിരിച്ചു പോകും. ഇന്ന് പോകും. അനിയത്തിയ ഇവിടെ മോളുണ്ടോ? വന്നില്ല, ഇറങ്ങി വാ. ഞാനീ പറഞ്ഞൊക്കെ സത്യ. ഭർത്താവ് കൊണ്ടുപോയി ഒരിടത്ത് കുടിയിരുത്തി. സത്യ ഇല്ല, നിന്നെ ഞാൻ വിടത്തി. ഞാൻ പറഞ്ഞിട്ടേ വിടത്തുള്ളൂ. എല്ലാരും കൂടെ പ്രാർത്ഥിക്കണം. ഒരു കാര്യമുണ്ട്, ഇവിടെ ശരീരത്തിൽ നിന്ന് ഈ ശക്തി ഇപ്പൊ അഴിഞ്ഞു പോകും. വേണ്ട, ചേട്ടത്തിയാണോ അനിയത്തിയാണോ? ചേട്ടത്തി നോർമലാവും. സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും സകല അധികാരവും പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുക, എല്ലാരും കൂടെ കരമടിച്ച് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഹർമ്മമനഘടക ശംഭവാനക പൊട്ടി അവിടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പൊട്ടി. നീ എന്തിനാ ഇവിടെ ശരീരത്തിൽ കയറിയേ? കൊല്ലാൻ കയറിയതാ. എല്ലാരും കൂടെ കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ചോ. എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിച്ചു. അവൻ അത്ഭുതത്തിന്റെ ദൈവമാ.